Edmund Wilson's Marxism and Literature, paragraph number 10 and if possible 11 and paragraph കൂടി പറയാൻ പോകുന്നതാണ്. First from paragraph 10 onwards explanation. So we will begin with the question of what sort of periods are most favorable for works of art. Now Wilson's discussion almost concentrates or is going to be upon different works of art in the different situations. അതിന് എന്തൊക്കെയാണ് ബെറ്റർ എന്നുള്ള രീതിയിലും മറ്റുള്ള കുറച്ചും കൂടി അനലിറ്റിക്കലായിട്ട് വരുന്നതാണ്. ഇവിടെ വരുന്നത് അസംഷൻസ് ഓൺ ദി ലെഫ്റ്റ്. അവർ പറയുന്നത് റവല്യൂഷണറി ഓർ പ്രീ റവല്യൂഷണറി പീരീഡ് ആണ് ഏറ്റവും ഫേവറബിൾ എന്നാണ്. പക്ഷേ അതിൻ്റെ ഒരു ട്രൂത്ത് പോയിന്റ് ഇവിടെ വിൽസൺ പറയുന്നത് വെരി ഫാർ ഫ്രം ദ ട്രൂത്ത് ഇൻ സി ന്യൂ ആൻഡ് വൈറ്റൽ ഫോംസ് ഓഫ് ലിറ്ററേച്ചർ വരുന്നത് ഈ കാലഘട്ടത്തിലാണെന്ന് ലെഫ്റ്റിസ്റ്റ് ഐഡിയ പറയുന്നത്, അല്ലെങ്കിൽ ലെഫ്റ്റിസ്റ്റ് അവർ ബിലീവ് ചെയ്യുന്നു. ബട്ട് വിൽസൺ പറയുന്നത് ഇറ്റ്സ് വെരി ഫാർ ഫ്രം ദ ട്രൂത്ത് ഇൻ ദ കേസ് ഓഫ് പീരിയഡ്സ് ഓഫ് ആക്ച്വൽ റവല്യൂഷൻ. എന്നാൽ ശരിക്കും ഇത് പറയാനും ഐഡിയലൈസ് ചെയ്യാനൊക്കെ കൊള്ളാം. പക്ഷേ ശരിക്കും ഒരു റവല്യൂഷൻ്റെ ടൈമിൽ നമുക്കറിയാം, ഇപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്ത് ആരും ഫ്ലറിഷ് ചെയ്യില്ല. തോറ്റവനും ജയിച്ചവനും ഒരുപോലെയാണ് എന്ന് പറയുന്ന അതേ ഇമ്പാക്റ്റാണ്. അതായത് അങ്ങനെയുള്ളൊരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ദ മോർ ഹൈലി ഡെവലപ്ഡ് ഫോംസ് ഓഫ് ലിറ്ററേച്ചർ റിക്വയർസ് ലിഷർ ആൻഡ് സ്റ്റെബിലിറ്റി. നമുക്കറിയാം ഏത് ടൈമിലായാലും വിച്ച് എവർ ടൈം ഇറ്റ് മേ ബി റൈറ്റ് ഫോർ എ ക്രിയേറ്റീവ് ജീനിയസ് ടു ഹാവ് എ പീസ് ഓഫ് മൈൻഡ് ആൻഡ് ക്രിയേറ്റീവ് മൂഡ്. അവർക്ക് എന്ത് വേണം? ലിഷറും സ്റ്റെബിലിറ്റിയുമാണ്. ഇപ്പം രണ്ടും റവല്യൂഷൻ്റെ ടൈമിൽ ഒരു റൈറ്ററിന് ഡിപ്രൈവ്ഡ് ആയിരിക്കും എന്നുള്ളത് ദാറ്റ് ഈസ് എ ട്രൂത്ത്, ഡേ ലൈറ്റ് ക്ലിയർ ആണ്. അപ്പോൾ അതിൽ റവല്യൂഷൻ ടൈമിൽ ഇങ്ങനെയാണ്, ദേ ആർ ഡിപ്രൈവ്ഡ് ഓഫ് ബോത്ത്. പിന്നെ എങ്ങനെയാണ് ഇവർ പറയുന്ന ഈ തരത്തിലുള്ള ഒരു ഫ്ലറിഷിങ് ടൈം ഓഫ് ലിറ്ററേച്ചർ ദാറ്റ് ഈസ് പോസിബിൾ ഓർ വർക്ക് ഓഫ് ആർട്ടിന് ഏറ്റവും ഫേവറബിൾ റവല്യൂഷണറി ഓർ പ്രീ റവല്യൂഷണറി ടൈമാണെന്ന് പറയുക എന്നുള്ളതാണ്. എഡ്മണ്ട് വിൽസൺ ആസ്ക്സ് ദിസ് ക്വസ്റ്റ്യൻ. നൗ പ്രീ റവല്യൂഷണറി പീരിയഡ്സ് ന്യൂ ഫോഴ്സസ് ആർ ഫെർമെൻറ്റിങ് എന്ന് പറഞ്ഞാൽ ആ പ്രീ റവല്യൂഷണറി ടൈം ഇനി ആലോചിച്ച് നോക്കുക. റവല്യൂഷണറി ടൈമിൽ എന്തായാലും ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. വാട്ട് അബൌട്ട് പ്രീ റവല്യൂഷണറി പീരിയഡ്സ്? The new forces are fermenting. They may be great periods of literature. Okay, as 18th century was in France and 19th century in Russia. French Revolution, Russian Revolution ആണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ആ മുന്നേയുള്ള കാലഘട്ടത്തിൽ ന്യൂ ഫോഴ്സസ് ഇങ്ങനെ ഫെർമെൻറ്റ് ചെയ്യുകയാണ്. ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾക്കറിയാം ദാറ്റ് പ്രോസസ് ഇറ്റ്സ് ലൈക്ക് എ കൈൻഡ് ഓഫ് ബേണിങ്, ലൈക്ക് നമുക്ക് ഒരു റെസ്റ്റ്ലെസ് ആക്ടിവിറ്റി അവിടെ നടക്കുക. പക്ഷേങ്കിൽ അവിടെ അതുകൊണ്ട് തന്നെ റെസ്റ്റ്ലെസ്നെസ് എന്ത് തരാം, ചിലപ്പോൾ ഒരു ഗ്രേറ്റ് പീരിയഡ്സ് ഫോർ ലിറ്ററേച്ചർ അതിന് തരാം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഒക്കെ നമുക്ക് അസ്യൂം ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷെ ബട്ട് കണ്ടീഷൻസ് ദാറ്റ് മേക്ക് പോസിബിൾ ദ മാസ്റ്റർ പീസസ് ആർ apparently not produced by the impending revolutions but by the phenomenon of literary technique already highly developed in the hands of a writer who has had the support of long enduring institutions. അതിനൊരു വേറൊരു തലമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അതായത് ഇനി വരാനിരിക്കുന്ന റവല്യൂഷൻ്റെ ചുവട് പിടിച്ചില്ല. ഓക്കെ, നമ്മൾ പിന്നീട് വെൻ വി ലുക്ക് ബാക്ക് പ്രീ റവല്യൂഷൻ ടൈമിൽ ഒരുപാട് നല്ല നല്ല റൈറ്റിങ്സ് ഉണ്ടായിരുന്നു. സോ ഈ ലെഫ്റ്റിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാം, ലേറ്റർ വെൻ യു തിങ്ക് ബാക്ക്, ഓക്കെ ദാറ്റ് ക്രെഡിറ്റ് മേ ഗോ ടു ദിസ് ലേറ്റർ റവല്യൂഷൻസ്. ബട്ട് അതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതായത് ഈ റൈറ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോങ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ആ റൈറ്റർ എന്നുള്ള രീതിയിൽ അവർക്ക് കിട്ടിയ ഒരു പ്രിവിലേജസ്, അത് ആ ഫിനോമിനനാണ്. ആ ലിറ്റററി ടെക്നിക്സിൻ്റെ ഒക്കെ ഗുണം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതിലൂടെ വരുന്ന റൈറ്റിംഗ് ആണത്. അപ്പം അതാണ് പിന്നെ ആ ഒരു അതാണ്. അല്ലാതെ അതിൽ ഇനി വരാനിരിക്കുന്ന റവല്യൂഷൻ, അന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന റവല്യൂഷൻ ആക്ച്വലി നത്തിങ് എൽസ് ടു ഡു വിത്ത് ദിസ് റൈറ്റേഴ്സ് ആൻഡ് ദ പോസിറ്റീവ് സിറ്റുവേഷൻസ് ദേ എൻജോയ്ഡ്. അപ്പോൾ അതാണ് ദ റൈറ്റർ മേ reflect an age of transition, not necessarily true that his face is set squarely in the direction of the future. അപ്പോൾ അതാണ് ഓക്കെ, അവർക്കൊരു ഏജ് ഓഫ് ട്രാൻസിഷൻ തന്നെയായിരിക്കും. റൈറ്ററിന് എപ്പോഴും പുതിയ ന്യൂ എക്സ്പീരിയൻസസ് ആർ ആക്ച്വലി ബ്യൂട്ടിഫുൾ, ഗുഡ് ഫോർ എനിവേ ഇറ്റ്സ് ഗ്രേറ്റ് ഫോർ എ റൈറ്റർ.
അതെപ്പോഴായാലും അവർക്കത് എന്താണ് സോഷ്യലി കമ്മിറ്റഡ് ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി ന്യൂ വിച്ച് എവർ വാട്ട് എവർ ന്യൂ എക്സ്പീരിയൻസസ് ഈവൻ ഇറ്റ് ഇറ്റ് ഇസ് എ ട്രാവലിംഗ് എക്സ്പീരിയൻസ് ദാറ്റ് ഈസ് സംതിങ് അഡീഷണൽ ഓർ എൻഹാൻസിങ് ഫോർ ദിയർ ക്രിയേറ്റിവിറ്റി. അത് അവരെങ്ങനെ യൂസ് ചെയ്യുന്നു, അത് യൂസ് ചെയ്തോളണം നിർബന്ധമൊന്നുമില്ലെങ്കിലും ഇൻ വൺ വേ ഓർ അതർ ദാറ്റ് മേ കം ടു ദെയർ ഹെൽപ്പ് ലേറ്റർ, സൂണർ ഓർ ലേറ്റർ എന്നാണ്. അപ്പോൾ അവിടെ ഈ ഒരു കാര്യമുണ്ട്. പക്ഷേങ്കിൽ ഒരു തരത്തിലും അങ്ങനെ ഒരു റവല്യൂഷൻ ഇതാ ദിസ് ഇസ് കമ്മിങ് ആൻഡ് യു ആർ കംപ്ലീറ്റ്ലി യുവർ ഫേസ് ഇസ് സെറ്റ് അപ്പോൺ ദാറ്റ് നോ വൺ ക്യാൻ ടെൽ ഓർ ഇൻ എ വേ set the whole mindset of a creative writer to the revolution. അത് അവരുടെ വൺ ഓഫ് ദി അട്രാക്റ്റീവ് പോയിൻറ്റ്സ് ആയിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സോ ജേംസ് ഓഫ് റിനൈസൻസ് ആർ ഇൻ ഡാൻറ്റെ ആൻഡ് വെർജിൽ. A longing for the better world in Virgil we can see. Renaissance spirit, അതായത് അത് ഡാൻറ്റയിൽ കാണാം. ബട്ട് ബോത്ത് ഓഫ് ദം they cannot be sealed as revolutionary writers. അപ്പോൾ അതിൽ റിനൈസൻസ് സ്പിരിറ്റ് ഒരാളിൽ കാണാം, മറ്റൊരാളിൽ പുതിയ നല്ലൊരു വേൾഡിന് വേണ്ടിയിട്ടുള്ളൊരു ക്രേവിങ് that is there in many of Virgil's themes. ബട്ട് ഇതൊന്നും കൊണ്ട് ഇവരെ ലാബൽ ചെയ്യാൻ പറ്റില്ല. ഇവരെന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഒതുങ്ങി നിൽക്കുന്നത് ഏറ്റവും ബെസ്റ്റ് റൈറ്റേഴ്സ്. ദേ കനോട്ട് ബി seen as the spokesperson of some revolution or some particular time periods. അവർക്ക് പലതും എഴുതാനുണ്ടാവും. എഴുതിയതിൽ ചിലതൊക്കെയും നിങ്ങളുടെ റവല്യൂഷനും മറ്റുള്ളവരുടെ റവല്യൂഷനും അല്ലെങ്കിൽ പല ഐഡിയോളജീസും പ്രൊമോട്ട് ചെയ്യുന്നതാവാം, ഡിമോട്ട് ചെയ്യുന്നതാവാം. അതിൽ പക്ഷേ ഒരിക്കലും വി കനോട്ട് ടെൽ ദാറ്റ് ദിസ് പീപ്പിൾ ആർ സ്പീക്കിംഗ് ഫോർ ദിസ് പർട്ടിക്കുലർ ഐഡിയോളജി, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സോ ദേ സം അപ്പ് റൈറ്റ് എലിജീസ് ഓഫ് ഏജസ് ദാറ്റ് ആർ പാസിങ്. അതാണ്, ദാറ്റ് ഇസ് ടൈംലെസ്. ദെയർ റൈറ്റിങ്സ് ആർ ടൈംലെസ്, ദെയർ തീംസ് ആർ ടൈംലെസ്. പക്ഷെ അതുകൊണ്ട് അതിനെ അങ്ങനെ ഒതുക്കി വെക്കുന്ന അല്ലെങ്കിൽ ഒന്നിൻ്റെ ഭാഗമായിട്ട് ഇവരെ ഒതുക്കുന്നതിൽ അതിൽ വലിയ അർത്ഥങ്ങളില്ല. ദ സോഷ്യൽ ഓർഗാനിസംസ് ദാറ്റ് ഗിവ് സ്ട്രക്ചർ ടു ദെയർ തോട്ട്, റോമൻ എംപയർ, കത്തോലിക് ചർച്ച്, ദേ ആർ ഡിക്കേയിങ് നൗ. അപ്പോൾ അന്നൊക്കെ ഉണ്ടായിരുന്ന സോഷ്യൽ ഓർഗാനിസംസ് അത് ശരിക്കും അവരുടെ തോട്ടിനൊക്കെ എങ്ങനെയുള്ളതായാലും ഇപ്പോൾ കാത്തോലിക് ചർച്ച് ആവട്ടെ, എംപയേഴ്സ് ആവട്ടെ, റോമൻ എംപയേഴ്സൊക്കെയും അവർക്ക് പ്രൊമോഷനൊക്കെ ഈ പറയുന്നതൊക്കെ മറ്റുള്ളവർക്കത് ഉപദ്രവമായിരിക്കും ചിലപ്പോൾ. സംടൈംസ് ഈ എംപയേഴ്സ് ഒന്നും ഒരിക്കലും ഒരു ലെഫ്റ്റിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ, കമ്മ്യൂണിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ, they could never appreciate the stance, attitude or approach of these institutions like some empires or the churches, any other religious institutions. But ഒരു പോസിബിലിറ്റി തന്നെ ഈ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ജീനിയസ്, they were always a privileged category. അൺലെസ് ആൻഡ് അണ്ടിൽ ദേ ബിക്കം ദി കൈൻഡ് ഓഫ് എന്താ പറയുക, ഇവർ കണ്ണിൽ കരടാവുന്നത് വരെയും അവരുടേതായ കഴിവുകൾക്ക് അവർ അപ്രീഷിയേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഐഡൻറ്റിഫൈ ദ ഹയസ്റ്റ് ക്രിയേറ്റീവ് വർക്ക് ഇൻ ആർട്ട് വിത്ത് ദ മോസ്റ്റ് ആക്റ്റീവ് മൊമെൻറ്റ്സ് ഓഫ് ക്രിയേറ്റീവ് സോഷ്യൽ ചേഞ്ച്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഒരിക്കലും ഈ പറയുന്ന ഹയസ്റ്റ് ക്രിയേറ്റീവ് ആർട്ടിനെയൊന്നും ഒരിക്കലും ഒരു സോഷ്യൽ ചേഞ്ച് ആക്ടിവിറ്റീൻ്റെ ഒരു വക്താക്കൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾക്ക് കണക്റ്റ് ചെയ്ത് എപ്പോഴും പറയാൻ പറ്റണം എന്നൊന്നുമില്ല. അതിൻ്റെതായ ഒരു സത്വം എസൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ദ റൈറ്റർ ഹു സീരിയസ്ലി ഇൻറ്റൻറ്റ് ഓൺ producing long-range works of literature should, from the point of view of his own special personal interest, അതാണ് അവർക്ക് അവരുടേതായ ഇൻട്രസ്റ്റിൽ സീരിയസ്ലി അവർ ഒരു ലോങ് റേഞ്ച് ഓഫ് വർക്ക്സ് ഓഫ് ലിറ്ററേച്ചറാണ് ഉദ്ദേശിച്ചത്. ഷോർട്ട് റേഞ്ച് നമ്മൾ പറഞ്ഞു ടൈം ബീയിങ്ങിലുള്ള ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് കോസ് ചെയ്യുന്ന ചില തീംസൊക്കെ മാത്രമേ അവരെടുക്കുകയുള്ളൂ. ദേ വോണ്ട് ജസ്റ്റ് ദെയർ റൈറ്റിങ്സ് ഈവൺ ആസ് എ വെപ്പൺ. അതാണ്, അത്രയുള്ള വെപ്പണായിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതിനെ. പക്ഷെ ഇവരെന്ന് പറയുന്നത് ഹൈ ക്രിയേറ്റീവ് വർക്ക്സും ജീനിയസ്, ദേ ആർ പ്രൊഡ്യൂസിങ് സംതിങ് ബിയോണ്ട് ടൈംലെസ് റൈറ്റിങ്സ്. ദേ ആർ പിന്നെ അറ്റ് ടൈംസ് ബിക്കോസ് ഓഫ് ദിയർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ദേ മേ റൈറ്റ് സംതിങ് റിലേറ്റഡ് വിത്ത് റവല്യൂഷൻ. പക്ഷെ അതിനെ ഒരിക്കലും അവരെ മറ്റുള്ളവരുടെ ഫ്രെയിം വർക്കിൽ കൊണ്ടുവന്നത് എഴുതിപ്പിക്കാൻ ആർക്കും ഉദ്ദേശം ഉണ്ടായിട്ട് നടക്കൂല. പിന്നെ അതിൽ വളരെ ഇതായിട്ട് വിൽസൺ പറയുന്നത് വയലൻ്റ് റവല്യൂഷൻസ് ഒന്നും ആ ടൈമിൽ ഇല്ലാത്തത് താങ്ക്സ് ദിയർ സ്റ്റാർസ് എന്നാണ്. അന്ന് ഇല്ലാത്തത് അവരുടെയൊക്കെ ഭാഗ്യം എന്നേ പറയാനുള്ളൂ. സേ ഹി മേ ഡിസപ്രൂവ് ഓഫ് ദി സൊസൈറ്റി ഹി ഈസ് റൈറ്റിംഗ് അബൌട്ട്, ബട്ട് ഇഫ് ഇറ്റ് വെയർ ഡിസ്റപ്റ്റഡ് ബൈ എൻ ആക്ച്വൽ അപ്ഹീവൽ ഹി വുഡ് പ്രോബബ്ലി നോട്ട് ബി ഏബിൾ ടു റൈറ്റ്. അപ്പം അതാണ്. അപ്പം അതായത് ഇപ്പോൾ റൈറ്റേഴ്സ് അവർക്ക് പല പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ടാവും. ഇപ്പം വളരെ ഡിക്റ്റേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന റൈറ്റേഴ്സ് ഉണ്ടാവാം, അല്ലാത്ത രീതിയിലുള്ളവരുണ്ടാവാം, റവല്യൂഷനെ വെൽക്കം ചെയ്യുന്നവരുണ്ടാവാം. ഇൻ എനി കേസ്
അപ്പോൾ അത് ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ദ സ്റ്റാൻഡ്സ് ടേക്കൺ ബൈ മാർക്സ് ആൻഡ് എംഗൽസ്. അവർ തന്നെ പറയുന്നൊരു പോയിൻ്റാണ്. അതായത് ക്രിയേറ്റീവ് പീപ്പിൾ ദേ ഷുഡ് ബി ആക്സെപ്റ്റഡ് ആസ് സച്ച്. അവർ ചിലപ്പോൾ സംടൈംസ് ദേ മേ ബി ഒപ്പോസിങ് ദ എസ്റ്റാബ്ലിഷ്ഡ് നോംസ് ഓർ ബിക്കമിങ് ദ പ്രസൻറ്റ് റൂളിംഗ് ക്ലാസ്, അതിനെയൊക്കെ ഒപ്പോസ് ചെയ്യും. പക്ഷെ അവർക്ക് അവരുടേതായ റൈറ്റ്സ്, അതായത് പിന്നെന്താണ്, അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള വേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്ത് കിട്ടണം. അതിനുള്ള സിറ്റുവേഷൻസും സാഹചര്യങ്ങളും ഉണ്ടാവണം. അപ്പം അതേപോലെയാണ് ഇവിടെയും പറയുന്നത്. അതായത് അവർ എക്സിസ്റ്റ് ചെയ്ത സൊസൈറ്റീനെ വിമർശിക്കുന്നുണ്ടാവാം ചിലപ്പം. പക്ഷേ ആ സമയത്തൊന്നും ഉള്ള ഒരു റിയൽ ഡിസ്റപ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അവരെ തന്നെ ബാധിക്കും. കാരണം കൂടുതൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴായാലും പീസ് ഓഫ് മൈൻഡ് എപ്പോഴും റിക്വയർഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഈസ് വിത്ത് ദ ന്യൂ ടെക്നീക്സ് ഓഫ് റൈറ്റിങ്സ് ലൈക്ക് സർറിയലിസം. അതിനും അതിൻ്റെതായ ചില മൈൻഡിൻ്റെ കൺട്രോൾസ് എപ്പോഴും ആവശ്യമുണ്ട്. അത് മൈൻഡിനെ തന്നെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള ഒരു ഡിഫറൻസിൻ്റെ അപ്പാർട്ട് ഫ്രം ദാറ്റ് മൈൻഡ്, ദ പീസ് ഓഫ് മൈൻഡ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് എ റൈറ്റർ, ദാറ്റ് ഈസ് റിയലി മസ്റ്റ് ഇൻ producing work of art, creative writings, creative art of any kind. That's all with the paragraph 10. Now let me move to paragraph 11. Now it is about the proletarian literature as an accompaniment of the social revolution. എങ്ങനെയാണ് ഒരു പ്രൊലറ്ററിയൻ ലിറ്ററേച്ചർ എന്നൊരു ടെർമിനോളജി തന്നെ എടുത്തിട്ട് ഡിസ്കഷനിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് അത് സോഷ്യൽ റവല്യൂഷൻ്റെ ഒരു അക്കമ്പനിമെൻ്റ് ആവുക എന്നാണ്. ഏർലിയസ്റ്റ് ഡേയ്സ് ഓഫ് കമ്മ്യൂണിസ്റ്റ് റഷ്യയും ഇൻ Russian authors' their effort was to eliminate from their writings any vestige of the bourgeois point of view. ആദ്യമൊക്കെ ഈ ഒരു ഏർലിയസ്റ്റ് കമ്മ്യൂണിസ്റ്റ് റഷ്യയും വരുന്ന ടൈമിൽ ദ റൈറ്റേഴ്സ് ഓൾമോസ്റ്റ് ഒരു മെജോറിറ്റിയും അവരുടെ രീതിയിലേക്ക്, അതായത് റൂളേഴ്സിന് അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റിൻ്റെ മേജർ പ്രൊപ്പോണൻസിന് അവരുടെ രീതിയിലേക്ക്, അവർക്ക് വേണ്ട രീതിയിലേക്ക് റൈറ്റേഴ്സിൻ്റെ തിങ്കിങ്ങിനെ വരെ തിരിച്ചുവിടാനും അവരുടെ ആറ്റിറ്റ്യൂഡ് ആ രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റിയിട്ടുണ്ട്. സോ എന്തും ബുർഷ്വാ ഐഡിയോളജി വരുന്ന എന്തിനേയും അവർ ഇറേസ് ചെയ്യുന്ന രീതിയിൽ വർക്ക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ദാറ്റ് വാസ് ദർ ഇൻ ദോസ് റൈറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ എന്താണ്, ദേ റെഡ്യൂസ്ഡ് ദെയർ വൊക്കാബുലറി ആൻഡ് സിൻടാക്സ് ടു വാട്ട് ദേ റിഗാർഡഡ് ആസ് എൻ ABC ഓഫ് എസെൻഷ്യൽസ്. അതാണ് എല്ലാ വൊക്കാബുലറിയൊക്കെ ഏറ്റവും കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ അതിനെ എന്ത് ചെയ്യുവാണ്, ABC ഓഫ് എസെൻഷ്യൽ എന്നുള്ള രീതി, റവല്യൂഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മാത്രം കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് അവരുടെ റൈറ്റിംഗ് സ്റ്റൈലൊക്കെ മാറി. And the result was becoming more unintelligible to the proletarian audience at whom they were aiming. ആരെയാണിത് എയിം ചെയ്യുന്നത്? Proletarian audience. They wanted the proletarian to realize the exploitation, the impact and the negative sides of the exploitation on the part of the bourgeois class, and to react back by witnessing or by realizing the importance and the power of the characters portrayed as per their interest and ideas, new ideas, revolutionary ideas. പക്ഷേ ഇവർക്ക് അതിനോട് ഉണ്ടാക്കാൻ പറ്റിയത് എന്തുമാത്രമാണ്, ഒരു അൺഇൻ്റലിജിബിൾ ആയിട്ട് അവരുടെ മുന്നിൽ സെൽഫ് പ്രസൻറ്റഡ് ആയി. they were presented as very unintelligible മോഡ്. ആ രീതിയിലേക്കാണ് അവർ താഴുന്നത്. കാരണം എന്താണ്, അവർ വിചാരിച്ച കാര്യങ്ങൾ ഇവരിലേക്ക് കൺവേ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ലേറ്റർ ഓൺ അല്ലെങ്കിൽ പിന്നെ പറയുന്നത് ലേറ്റർ ഓൺ ആ സോവിയറ്റ് കൾച്ചർ ഫോളോഡ്. അതിൻ്റെ റീസൺ എന്നല്ല, അപ്പാർട്ട് ഫ്രം അതിൽ അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും, വേറൊരു രീതിയിലേക്ക് തിരിയും. അവിടെയാണ് സോവിയറ്റ് കൾച്ചറിലേക്കും, അതായത് ട്രോട്സ്കി റെക്കമെൻഡ് ചെയ്ത ഒരു റോഡിലേക്ക്, അതായത് ഇറ്റ് ബിഗാൻ ബിൽഡിങ് അഗെയിൻ ഓൺ ദി ക്ലാസിക്സ് ആൻഡ് ഓൺ ദി ബൂർഷ്വാ കൾച്ചർ ഓഫ് ദിയർ കൺട്രീസ് ആൻഡ് on able revolutionary Russian writers who learned their trade before the revolution. അതാണ് പഴയതിനെ കംപ്ലീറ്റ് ഇറേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അതായത് ഒരു തരം റിയാലിറ്റി ഹൈഡ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ അതായത് ഈ പറയുന്ന പ്രൊലറ്റേറിയൻ റീഡേഴ്സിനും അറിയാം ഇതല്ല നമ്മുടെ റിയാലിറ്റി, ഇത് ഇവർ സ്വപ്നം കാണുന്ന ഒരു ന്യൂ വേൾഡാണ്. ഇഫ് ഇറ്റ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഓക്കെ ഫൈൻ, അതിൻ്റെ മറ്റുള്ള തലങ്ങളൊന്നും അവർക്കറിയില്ല. ദേ വാണ്ടഡ് ദിയർ ചെയിൻസ് ടു ബി ബ്രോക്കൺ അറ്റ് എനി കോസ്റ്റ്. ബട്ട് പ്രശ്നം എന്താണ്, ഇങ്ങനെ അവരിൽ ഇപ്പോൾ ഇനി വരാനുള്ള റെവല്യൂഷനും അതിനെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ബ്രിങ്ങിങ് ദ പീപ്പിൾ ടു സം ഡ്രീം വേൾഡ്. അത് കിട്ടുമോ ഇല്ലയോ എന്ന് ഒരു ഇറ്റ്സ് ലൈക്ക് വെയിറ്റിംഗ് ഫോർ ഗോദോ. പക്ഷേ അവരുടെ മുന്നിൽ പ്രസൻറ്റഡ് ആവുന്ന വർക്ക്സ് മുഴുവനും അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത റവല്യൂഷൻ്റെ പോസിറ്റീവ്സ് ഒക്കെ പറയുന്നൊരു സാധനം. പക്ഷേ അന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ താങ്കൾക്കറിയുന്ന റിയാലിറ്റി എന്ത് തന്നെയാണ്,
ഈ പറയുന്ന ബൂർഷ്വാസിൻ്റെ. അപ്പോൾ അതൊക്കെയും വേണം, അതൊക്കെ അറിഞ്ഞ് ആ ഇമ്പാക്റ്റോടെ നമ്മളൊരു പോസ്റ്റ് കൊളോണിയൽ എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷേഴ്സിനെ ഒന്നും നമ്മൾ പോർട്രേ ചെയ്യുകയേ ഇല്ല എന്ന് പറയുമ്പോൾ കലാപാനി എന്ന് പറയുന്ന ഒരു മൂവി കാണുമ്പോഴാണ് വി കം ടു അണ്ടർസ്റ്റാൻഡ് ദി ക്രൂവൽറ്റി ഇമ്പോസ്ഡ് അപ്പോൺ അസ്. അപ്പം അതുകൊണ്ട് തന്നെ അന്ന് മറ്റുള്ള എസെൻഷ്യൽസ് മാത്രം റവല്യൂഷനെ പറ്റി മാത്രമേ സംസാരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ വിൽ ദെൻ ടോക്ക് അബൌട്ട് ദി പ്രസൻറ്റ് ഓർ ദ പ്രയർ ഓർ ദ വെരി റീസെൻറ്റ് റിയാലിറ്റീസ് വിച്ച് ദേ ദംസെൽസ് ആർ അവെയർ ഓഫ്. അതിനെപ്പറ്റിയും അറിയണം, അതിൻ്റെ ഇമ്പാക്റ്റ് അറിഞ്ഞാലാണ് സംടൈംസ് ഈവൻ റവല്യൂഷനെ പിന്നെ ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫാസിനേറ്റ് ചെയ്ത് പറയുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ചിലപ്പോൾ ഉണ്ടാവുക വൺസ് ദേ create literature that portrays revolution to the exploitation on the part of bourgeois class to this extent. അന്നേരമാണ് കൂടുതൽ അതിൽ. അപ്പോൾ അത് ഒക്കെ ഹൈഡ് ചെയ്യുമ്പോഴും ശരിക്കും അതൊരിക്കലും നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ട്രോട്സ്കി ഒക്കെ പറയുന്നൊരു ലെവലിലേക്ക് പോകുന്നത്. അതായത് ഒരു തരത്തിൽ ക്ലാസിസിസം ക്ലാസിക് റൈറ്റേഴ്സിനെ ഫോളോ ചെയ്യുക, ബൂർഷ്വ കൾച്ചേഴ്സ് ഇൻ അതർ കൺട്രീസ് അതിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ റവല്യൂഷണറി റഷ്യൻ റൈറ്റേഴ്സ് അത് മറ്റുള്ളവരിൽ നിന്ന് പഠിച്ച റവല്യൂഷനെ പറ്റിയിട്ടൊക്കെ എഴുതുക. ഓക്കെ, അതിൽ കുറച്ചും കൂടി ഒരു തരത്തിൽ പറഞ്ഞാൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. മറ്റതെന്ന് പറഞ്ഞാൽ വന്നില്ല, എസ്റ്റാബ്ലിഷ്ഡ് ഒന്നും ആയിട്ടില്ല. റവല്യൂഷനിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ വേണ്ടിയാണ് ഈ റൈറ്റിങ്സൊക്കെ ഇങ്ങനെ ഇവർ മറ്റുള്ളതിൽ നിന്ന് ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ അതത്രയും വർക്കൗട്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ സോവിയറ്റ് പബ്ലിഷേഴ്സ് എന്ന് പറയുന്ന ഒരു റഷ്യൻ എഡിഷൻ, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എവരി ജെന്യുവൻ വർക്ക് ഓഫ് ആർട്ട് സച്ച് ഓഫ് ഹെമിംഗ്വേ ആൻഡ് പ്രോസ്റ്റ്, മാർഷൽ പ്രോസ്റ്റിൻ്റെ ഒക്കെ വർക്ക്സ് എൻറിച്ചസ് ദ റൈറ്റേഴ്സ് നോളജ് ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ ഇവരൊക്കെ അമേരിക്കൻ റൈറ്റേഴ്സൊക്കെ ആണെന്ന് പറഞ്ഞ് ഇവരെ കംപ്ലീറ്റ് തഴയാൻ പറ്റില്ല. കാരണം എന്താണ്, അവരുടെ ഓരോ വർക്ക്സ് ചെയ്യുന്നത് ഹൈറ്റൻസ് ഹിസ് ഈസ്തറ്റിക് സെൻസിബിലിറ്റി ആൻഡ് ഇമോഷണൽ കൾച്ചർ. ഒരുപാട് ആ ഇമോഷണൽ കൾച്ചറൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹൈറ്റൻ ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട് ഇവരുടെ റൈറ്റിങ്സ്. അപ്പോൾ ഇറ്റ് ഫിഗേഴ്സ് ഇൻ ബ്രോഡ് സെൻസ് ആസ് എ ഫാക്ടർ ഓഫ് എഡ്യൂക്കേഷണൽ വാല്യൂ. അപ്പം ബ്രോഡ് സെൻസിൽ അതിനെ കാണാൻ പറ്റണം. അല്ല ദിസ് ഈസ് ഫ്രം ദാറ്റ് കൺട്രി, ദാറ്റ് ബുർഷാസ് കൺട്രി, സോ വി വിൽ നോട്ട് റീഡ് ദാറ്റ് എന്ന് പറയുമ്പോൾ യു ആർ ഹൈഡിങ് ഓർ യു ആർ കീപ്പിംഗ് അവേ ഫ്രം ദ ഗ്രേറ്റസ്റ്റ് പോസിബിലിറ്റീസ് ഓഫ് മേക്കിംഗ് അപ്പ് യുവർ സെൽഫ് ഓർ സംതിങ്, എൻഹാൻസിങ് യുവർ ഓൺ തിങ്കിങ് പവർ, ദ ന്യൂ തീംസ്, ദ ലിറ്റററി ടെക്നീക്സ്, അവരുടെ റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തലാണ്. അപ്പം സോ ജെനുവിനായിട്ടുള്ള ഏത് ആർട്ട് വർക്കും ആയാലും റൈറ്ററിൻ്റെ ലൈഫിനെ കുറിച്ചുള്ള നോളജ് വർദ്ധിപ്പിക്കും തന്നെയാണ്. സോ അവരുടെ ഈസ്തറ്റിക് ജെനുവിനിറ്റി, ഇമോഷണൽ കൾച്ചർ ഇതൊക്കെ എൻറിച്ച് ചെയ്യാൻ ഇത് സഹായിക്കും. ഇപ്പോൾ ലിബറേറ്റഡ് സോഷ്യൽ ഹ്യൂമാനിറ്റി ഇൻഹെറിറ്റ്സ് ഓൾ ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, എലിവേറ്റിംഗ് ആൻഡ് സസ്റ്റെയിനിങ് ഇൻ ദി കൾച്ചർ ഓഫ് പ്രീവിയസ് ഏജസ്. റവല്യൂഷൻ എന്നൊക്കെ പറയുമ്പോഴും ഇവർ ഉദ്ദേശിക്കുന്നത് വലിയ ബ്രോഡ് തീമൊക്കെ ആണെങ്കിൽ, ബ്രോഡ് മൈൻഡഡ്നെസ് ഒക്കെ ആണെങ്കിൽ ഇത്തരം അതായത് നല്ലത് എന്തിനും അപ്രീഷിയേറ്റ്, ബ്യൂട്ടിഫുൾ, എലിവേറ്റിംഗ്, സസ്റ്റെയിനിങ് ദ കൾച്ചർ ഓഫ് പ്രീവിയസ് ഏജസ്. അപ്പോൾ അത് ലിബറേറ്റഡ് സോഷ്യൽ ഹ്യൂമാനിറ്റിക്ക് ആ രീതിയിലുള്ള അത് ഇൻഹെറിറ്റ് ചെയ്യണം. അതാണ് അത് ഇൻഹെറിറ്റ് ചെയ്ത് വരണം. മറ്റുള്ള അതിന് മുന്നേ ഉള്ളതിൽ നല്ലതും അതുപോലെ എവർലാസ്റ്റിംഗ്, എലിവേറ്റിംഗ് ആയിട്ടുള്ള, സസ്റ്റെയിനിങ് ആയിട്ടുള്ള പ്രീവിയസ് ഏജിലെ കൾച്ചറിനൊന്നും തഴഞ്ഞുകൊണ്ടും അതിനെ ബ്ലൈൻഡായിട്ട് മാറ്റി നിർത്തിക്കൊണ്ടൊന്നുമല്ല എന്ത് ചെയ്യേണ്ടത്, ഈ രീതിയിൽ ന്യൂ റവല്യൂഷന് വെൽക്കം ചെയ്യേണ്ടത്. പിന്നെ സോവിയറ്റ് റഷ്യ, പിന്നെ വേറൊരു പ്രശ്നം സോവിയറ്റ് റഷ്യൻ്റെ ഒരു കാര്യം പറയുന്നത് പ്രൊലറ്ററിയൻ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്. അത് എഡ്യൂക്കേറ്റഡ് മൈനോറിറ്റിക്ക് മുന്നിലാണ് ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇല്ലിറ്ററേറ്റ് ആണ് മെജോറിറ്റി. അപ്പോൾ അവിടെ അമേരിക്കയിൽ ഇത്രയും പ്രശ്നമില്ല, കാരണം സിറ്റുവേഷൻ ക്വൈറ്റ് ഡിഫറെൻറ്റ്. പിന്നെ നമ്മൾ എഡ്മണ്ട് വിൽസൻ്റെ അമേരിക്കൻ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കണം. അപ്പോൾ എപ്പോഴും അമേരിക്കൻ ലിറ്ററേച്ചറിനൊക്കെ കൂടുതൽ പോസിറ്റീവായിട്ടാണ് വിൽസൺ പറഞ്ഞിട്ടുള്ളത്. ഇൻ വൺ സെൻസ് അത് ട്രൂ ആണ്, കാരണം അവരുടെ കുറച്ചും കൂടി തീം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ലിബറലാണ്. അതുകൊണ്ടാണ് എന്തിനേയും വെൽക്കം ചെയ്യും, ഏത് രീതിയിലുള്ള തീംസും അവർ വെൽക്കം ചെയ്യും. അത് പിന്നീട് ഇപ്പോൾ വിൽസൺ തന്നെ പറയുന്നുണ്ട്. പിന്നെ അമേരിക്ക പെർസെൻറ്റേജ് ഓഫ് ഇല്ലിറ്ററേറ്റ് ഇൻ അമേരിക്ക ഇറ്റ്സ് 4%, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ റിലേറ്റീവ്ലി ലിറ്റിൽ ഡിഫിക്കൽട്ടി ഇൻ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്. ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ്ട്രീംസിൽ നിൽക്കുന്ന ആൾക്കാരാണ് റഷ്യയിലൊക്കെ അന്ന്. പക്ഷെ അമേരിക്കയിലൊക്കെ ബൈ ദാറ്റ് ടൈം ഇറ്റ്സ് ദിസ് ലിറ്ററേറ്റ് ദറ്റ് റേഷ്യോ ഇറ്റ്സ് റിയലി സ്മോളർ. അപ്പോൾ ആ ഒരു റേഷ്യോ ഡിഫറൻസ് വളരെ കുറവാണ്. പിന്നെ ഡെമോക്രാറ്റൈസേഷൻ, ഇല്ലിറ്ററേറ്റ് ആൾക്കാർ കുറവാണ്, അത് പറഞ്ഞു. പിന്നെ അമേരിക്ക ഹാഡ് ക്രിയേറ്റഡ് they are pioneering
period of literature of a common man's escape not only from feudal Europe and bourgeois society. ഇപ്പോൾ ഈ റഷ്യൻ മാസ്റ്റേഴ്സൊക്കെ റവല്യൂഷനൊക്കെ കൊണ്ടുവരുന്നതിന് എത്രയോ മുന്നേ തന്നെ ഒരു കോമൺ മാൻസ്, അതായത് ജനറൽ ഹ്യൂമാനിറ്റിയുടെ ഒരു കൺസേൺ വെച്ചുകൊണ്ടുള്ള ഒരുപാട് ലിറ്ററേച്ചർ അതിന് മുന്നേ എത്രയോ മുന്നേ തന്നെ അവർ അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ തീമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ്. സോ എ സെക്ഷൻ ഓഫ് റീസെൻറ്റ് അമേരിക്കൻ ലിറ്ററേച്ചർ ഓഫ് ലാസ്റ്റ് 15 years. ഓക്കെ, എഡ്മണ്ട് വിൽസൺ സമ്മതിക്കുകയാണ് ലാസ്റ്റ് 15 yearsലൊക്കെ ഉള്ളതിൽ നമ്മൾക്കതിൽ പീരിയഡ് ഓഫ് ബൂം ആൻഡ് ഡിപ്രഷനാണ്. ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ ആഫ്റ്റർ ദി വേൾഡ് വാറിൻ്റെ എഫക്റ്റിനൊക്കെ ശേഷമുള്ള എന്തൊക്കെയോ ഡിപ്രഷൻ. അതിൽ ചിലപ്പോൾ ഓക്കെ വിച്ച് ഹാസ് ഡെൽറ്റ് വിത്ത് അവർ, അതായത് അമേരിക്കൻ ഇൻഡസ്ട്രിയൽ ആൻഡ് റൂറൽ ലൈഫ് ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ ഫാക്ടറി ഹാൻഡ് പുവർ ഫാർമർ under conditions forcing him to fight for his life. This has been called Proletarian Literature. ഓക്കെ, അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെയുള്ള എക്സ്പ്ലോയിറ്റേഷനൊക്കെ ഉണ്ട് അവിടെയും. എല്ലാവർക്കും എല്ലാ രാജ്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വന്തം ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഇൻഡിവിജ്വലിസ്റ്റിക് ഒരു എക്സ്പ്ലോഷറിന് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഒരു തരം എസ്കേപ്പിന് ശ്രമിക്കുന്ന, സ്വയം ഒന്ന് ട്രാൻസെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഹ്യൂമൻ ബീയിങ്സ് ഇൻ ജനറൽ, അത് ഒരുപാട് തീംസിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ അതിനെയാണ് അവിടുത്തെ പ്രൊലറ്റേറിയൻ ലിറ്ററേച്ചറായിട്ട് പറയാൻ പറ്റുക. ഇപ്പോൾ ബുക്സ് ഓൺ ബട്ട് അവർക്ക് അതേ സമയത്ത് എന്തുണ്ട്, ബുക്സ് ഓൺ വൈറ്റ് കോളർ വർക്കേഴ്സ്, സ്റ്റോർ കീപ്പർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ പറ്റി, പിന്നെ വെൽ ടു ഡു മർച്ചൻറ്റ്, സയൻറ്റിസ്റ്റ്, മില്യനെയർ ഇൻ സിറ്റുവേഷൻസ് ഈക്വലി ഡിസാസ്ട്രസ് ആൻഡ് ഡിറഗേറ്ററി. അവിടെയാണ് ഡിഫറൻസ്. മറ്റിടത്തുള്ളതിനെക്കാട്ടിൽ ഇവിടെ എല്ലാവർക്കും ഈക്വലി, അതായത് ഹ്യൂമൻ കണ്ടീഷൻ എസെൻഷ്യലി വളരെ പോസ്റ്റ് മോഡേൺ ടേംസിലൊക്കെ വരുന്ന അവസ്ഥയിലെത്തും. അപ്പോൾ പോസ്റ്റ് മോഡേൺ തോട്ട് പ്രോസസ്സൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതായത് എല്ലാവരും കഷ്ടപ്പാടിലാണ്, എല്ലാവരും പ്രശ്നത്തിലാണ്. അപ്പോൾ അതായത് ഇപ്പോൾ നോട്ട് ജസ്റ്റ് പുവർ വർക്കേഴ്സ് ആൻഡ് ഫാർമേഴ്സ് ബട്ട് ഓൾ ദീസ് പീപ്പിൾ, ഓക്കെ, ദേ മേ ബി ഹാവിങ് വെൽത്ത്. അപ്പോൾ വെൽത്ത് മാത്രമല്ല, എക്കണോമിക് കണ്ടീഷൻസ് മാത്രമല്ല ഒരു ഹ്യൂമൻ ഫ്രീഡം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയുടെ ഒരു വെൽബീയിങ്ങിൻ്റെ യാർഡ് സ്റ്റിക്ക് എന്നും കൂടി മനസ്സിലാക്കലാണ് അവിടെ. പിന്നെന്താണ്, ഹോൾ മൂവ്മെൻറ്റ് ഓഫ് ക്രിട്ടിക്കൽ ഇമാജിനേറ്റീവ് റൈറ്റിംഗ് വിത്ത് സം സ്റ്റിമുലസ് ഫ്രം റഷ്യ ഹാഡ് കം quite naturally out of our literature of the part. അതാണ് ഹോൾ മൂവ്മെൻറ്റ് ഓഫ് ക്രിട്ടിക്കൽ ആൻഡ് ഇമാജിനേറ്റീവ് റൈറ്റിംഗ്. അപ്പോൾ അത് റഷ്യൻ റവല്യൂഷനിലെ സ്റ്റിമുലേഷനൊക്കെ പറയാം, എല്ലാം ഈക്വലി കോൺട്രിബ്യൂട്ടിങ് ഹാഡ് കം ക്വൈറ്റ് നാച്ചുറലി ഔട്ട് ഓഫ് അവർ ലിറ്ററേച്ചർ ഓഫ് ദി പാർട്ട്. നമ്മുടെ ഈ ലിറ്ററേച്ചറിൽ നിന്ന് ഒരുപാട് ഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പാഠങ്ങൾ റഷ്യൻ റവല്യൂഷൻ ആഫ്റ്ററുള്ള ലിറ്ററേച്ചർ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്, അതായത് എല്ലാ ഒരു കോമൺ മാൻ്റെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള ക്രേവിങ്, ആ തീംസ് റഷ്യൻ റവല്യൂഷൻ്റെ അല്ലെങ്കിൽ ആഫ്റ്റർ വരുന്ന ലിറ്ററേച്ചറിനെയും എഫക്റ്റ് ചെയ്തു. സോ ദാറ്റ്സ് ഓൾ വിത്ത് പാരഗ്രാഫ് 11 ഓഫ് എഡ്മണ്ട് വിൽസൺസ് മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ. താങ്ക് യു.